5 പൈസ തിരിച്ചടക്കിയില്ല. തിരിച്ച് ഈ പൈസയൊക്കെ ആയിട്ട് പോയി ലണ്ടനിലോ ന്യൂയോർക്കിലോ സീഷൻസിലോ ബഹാമാസിലൊക്കെ പോയി താമസിക്കുക. അവിടെ നിന്ന് നമ്മളെ നോക്കി ചിരിക്കുക. ഒരു പ്രശ്നമില്ല. ഈ കടകളെല്ലാം എഴുതി തള്ളും. നിങ്ങൾ ചിരിക്കണ്ട. ഇന്ത്യയിലെ വൻകിടക്കാർ എടുത്ത് എഴുതി തള്ളിയ കിട്ടാക്കടം, ഈ രാജ്യത്തിന്റെ കിട്ടാക്കടം 16 ലക്ഷം കോടിയാണ്. 16 ലക്ഷം കോടി നമ്മളെല്ലാം കൊടുക്കാത്തത്, വൻകിടക്കാർ കൊടുക്കുക. അപ്പൊ ബാങ്കുകൾ സാധാരണക്കാരിൽ നിന്ന് അകന്നു പോകണം. അപ്പൊ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ബാങ്കിങ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പുതിയ ബാങ്കിങ് സംവിധാനങ്ങൾ വേറെ വരികയാണ്. അവിടെയാണ് NBFCയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളെ പോലെ തന്നെ ഞാൻ എപ്പോഴും പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്. നമ്മളെല്ലാവരും പണത്തെ കുറിച്ച് ചിന്തിക്കും. കറൻസിയുടെ പ്രത്യേകത അലമാരയിൽ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി അല്ലെങ്കിൽ ഇടയ്ക്ക് ഫംഗസ് പിടിക്കും അല്ലെ? അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ മണി ഇൻ റൊട്ടേഷൻ ഇറ്റ് ക്രിയേറ്റ്സ് മാജിക്. അതാണ് ഏറ്റവും പ്രധാനം. മണി ഇൻ റൊട്ടേഷൻ. പണം ഒരാളുടെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ കയ്യിലേക്ക് പോവുകയും മൂന്നാമത്തെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വലിയ ചലനങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത്. എപ്പോഴും മണി ഇൻ റൊട്ടേഷൻ. കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് പോകാം. ഞാൻ വന്നൊരു കഥ പറയും. ഒരു സ്ട്രീറ്റിൽ ഒരു കുടുംബം ഒരു സാധാരണ ഹോട്ടലിൽ മുറിയെടുക്കാൻ പറ്റും. അപ്പൊ മാനേജർ 2000 രൂപ അഡ്വാൻസ് ആവും. 2000 രൂപ അഡ്വാൻസ്. ഭാര്യയും മക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് മുകളിൽ പോയി മുറിയൊന്ന് പോകാം, നല്ല ആരെങ്കിലും എടുക്കണം, നോക്കിക്കൊള്ളാൻ പോകും. അപ്പൊ ഈ ഹോട്ടലിൽ റെസ്റ്റോറന്റിലേക്ക് വെജിറ്റബിൾ സപ്ലൈ ചെയ്യുന്ന ആളവിടെ ഇരിക്കുകയാണ്, പൈസ കൊടുക്കാറുണ്ട്. മാനേജർ 2000 രൂപ എടുത്തിട്ട് വെജിറ്റബിൾ സപ്ലൈ ചെയ്യുന്ന ആളുണ്ട്. അയാളത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിറങ്ങി. അയാൾ വളം മേടിക്കുന്ന കടയുണ്ട്, വളം മേടിക്കുന്ന കട, വെജിറ്റബിൾ ഉണ്ടാക്കുന്ന ആൾ. അവിടെ അയാൾക്ക് 2000 രൂപ കൊടുക്കാറുണ്ട്. അയാൾ അവിടെ 2000 രൂപ. അപ്പൊ ഈ വളം കട നടത്തുന്ന ആൾ റോഡ് ക്രോസ് ചെയ്തു തൊട്ടപ്പുറത്തേക്ക് വന്നിട്ട് അയാൾ എല്ലാ ശനിയാഴ്ചയും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പ്രൊവിഷണൽ സ്റ്റോറാണ്. അവിടെ നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. അവിടെ കൊണ്ട് അയാൾ 2000 രൂപ. ഇയാൾ ഈ പ്രൊവിഷണൽ സ്റ്റോറുകാരനും തൊട്ടപ്പുറത്തുള്ള ബാധിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് മിനിമം കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനാണ് നമ്മൾ പോകാൻ പറ്റാറില്ല. കൊടുത്ത് എല്ലാത്തിനേക്കാളും പ്രധാനം അതാണ്. വൈകുന്നേരം ആകുമ്പോൾ മറ്റൊന്നും ചെയ്യാറില്ല. അത് തലേ ദിവസം പോയപ്പോൾ അവിടുത്തെ ആൾക്കത്ര പിടിച്ചില്ല, കാശ് കൊടുക്കാതെ. നേരെ ഇയാളിൽ പോയി 2000 രൂപ ഈ ബാർ ഹോട്ടലിൽ കൊണ്ടുപോയി. അപ്പൊ ബാർ ഹോട്ടലിലെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, പുറത്ത് പയ്യനോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഒരാൾ റൂം എടുക്കാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ റൂം ഉണ്ടായില്ല. അപ്പൊ അപ്പുറത്തെ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തു. അവിടുത്തെ പേയ്മെന്റ് നടത്തിയിട്ടില്ല, ഈ 2000 രൂപ കൊടുക്കാൻ. ഇയാൾ റോഡ് ക്രോസ് ചെയ്ത് ഈ പോയി അപ്പുറത്തെ ഹോട്ടലിൽ പൈസ കൊടുത്തു. ഏത് ഹോട്ടലാ? മറ്റൊരു മുറി എടുക്കാൻ പോകുന്ന ഹോട്ടൽ. അപ്പൊ മുകളിൽ നിന്ന് ഭാര്യ കുട്ടികളിൽ താഴേക്കാണ്. ഞാനൊരു മുറി പറയുന്നു, അതിന് 2000 രൂപ വിളിച്ചു വന്നു. അപ്പൊ 2000 രൂപ 20 മിനിറ്റ് മുമ്പ് കൊടുത്ത ആളുടെ പോക്കറ്റിലിരിക്കുകയാണ് 2000 രൂപ. എത്ര പേരുടെ കടമാണ്? പൈസ അവിടെ തന്നെ ഇരിക്കണം. ഒന്ന് കറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും 4 പേരുടെ കട കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ മാറി. ഞാൻ ഈ കഥ കേട്ടത് രാത്രി പോയിരുന്നു, ഉറങ്ങാതെ ഇങ്ങനെ തിരിച്ചു. ഇതെന്താ സംഭവിച്ചെന്ന് അറിയാറില്ല. നിങ്ങളും രാത്രി തിരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മണി മാജിക് എന്ന് പറഞ്ഞു. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയപരിധി. ഞാൻ പണ്ട് കോവിഡ് വന്ന സമയത്ത് അസംബ്ലിയിലെ പ്രശ്നമില്ല. കേന്ദ്ര ഗവൺമെന്റ് 40,000 കോടി 50,000 കോടി എല്ലാവരും പ്രഖ്യാപി. നമ്മളിത് ഒന്നും ചെയ്യാൻ കടകളൊക്കെ കൂട്ടി കച്ചവടമില്ലാതെ ആകെ വിഷമിച്ചിരിക്കും. നിങ്ങളൊരു 10,000 കോടി കൊടുക്കുക. ഏറ്റവും പാവപ്പെട്ടവർക്ക് 5,000 വെച്ച് കൊടുക്കുക. ഇതിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞത് അതിശാഖലേക്ക് കൊടുക്കാത്തതുകൊണ്ട് ബാങ്കുകൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അവരപ്പം തന്നെ 5,000 രൂപ കൊണ്ടുപോയി മാർക്കറ്റിൽ പോയി സ്പെൻഡ് ചെയ്യും. നമ്മളായതുകൊണ്ട് മലയാളി ആയതുകൊണ്ട് 5,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 7,000 രൂപ സ്പെൻഡ് ചെയ്യും. നമ്മുടെ സ്വഭാവം അനുസരിച്ച്. അപ്പൊ ഇത് മാർക്കറ്റിൽ വരുന്ന കടകളെല്ലാം ഭയങ്കര സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയുന്നത് എല്ലാവരും കച്ചവടമായ ബിസിനസ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ 10,000 കോടി രൂപ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു 15% 1,500 കോടി രൂപ GST ഗവൺമെന്റിലേക്ക്. എന്റെ ഒരു ഐഡിയ, ഒരു ആ പൈസ മാർക്കറ്റിൽ കിടന്നാൽ 3 മാസം കൊണ്ട് ഒരു 6-7 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. 7 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ 1,500 കോടി വെച്ച് ഓരോ റൊട്ടേഷനിലും സർക്കാരിലേക്ക് തിരിച്ചു വരും. 3 മാസം കൊണ്ട് സർക്കാരിന്റെ കയ്യിലേക്ക് 10,000 തിരിച്ചു വരും. പൈസ ഉണ്ടെങ്കിൽ വീണ്ടും മാറിയെങ്കിൽ വീണ്ടും വെച്ച് ഇങ്ങനെയാണ് റിസഷൻ കാലത്തെല്ലാം ചെയ്യുന്നത്.